സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം തരത്തിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നും, അതായത് ബേസിക് സയൻസിൽ നിന്നുമുള്ള 3ാമത്തെ യൂണിറ്റ് ആണ്. ഓക്കെ, ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. നോക്കുക, ആദ്യത്തെ ചോദ്യം ഇതാണ്: മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്കെ, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ആണ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്. ദെൻ മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്കെ, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഓർത്തു വയ്ക്കുക, ടാനിക് ആസിഡ്. ദെൻ അച്ചാറുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും. അച്ചാറുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഉത്തരം വിനാഗിരി. ഓക്കെ, ദെൻ ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം കൂടിയാണ്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതൊക്കെയാണ്? ഓക്കെ, സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്, ദെൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ദെൻ pH മൂല്യം നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് അല്ലെ, വെള്ളത്തിന്റെ pH. അതോടൊപ്പം ആസിഡുകൾ, ആൽക്കലികളുടെ pH ഒക്കെ നമ്മൾ പരിചയപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്: pH മൂല്യം 7ൽ കുറവായ പദാർത്ഥങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, pH മൂല്യം 7ൽ കുറവായ പദാർത്ഥങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? യെസ്, തീർച്ചയായും അതിന്റെ പ്രത്യേകത ആസിഡ് സ്വഭാവമുള്ളതായിരിക്കും. 7ൽ കുറവുള്ളത് ആസിഡ് ഓർത്തു വെക്കുക, 7ൽ കൂടുതലുള്ളത് ആൽക്കലി സ്വഭാവമായിരിക്കും. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുകയാണ്. അലക്കുകാരം അല്ലെ, അലക്കുകാരത്തിലുള്ളത് സോഡിയം കാർബണേറ്റ്. ഓക്കെ, ഇതൊന്ന് ഓർത്തു വെച്ച് പോവുക. ദെൻ കറിയുപ്പിലുള്ളത് സോഡിയം ക്ലോറൈഡ്. ദെൻ ബ്ലൂ വിട്രിയോൾ, കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ഓർത്തു വെക്കുക. ദെൻ പൊട്ടാഷ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, അതിലുള്ളത് പൊട്ടാസ്യം സൾഫേറ്റ്. ദെൻ നീറ്റു കക്ക അല്ലെ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളെ കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന നീറ്റ് കക്ക അല്ലെ, അതിലുള്ളത് കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം. ദെൻ അത് നമ്മൾ പറയുന്നത് കുമ്മായം എന്നാണ്. ഓക്കെ, ദെൻ സോഡയില് കാർബോണിക് ആസിഡ് ആണുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്: മൃദു സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? മൃദു സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? ഉത്തരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഓർത്തു വെക്കുക, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ ലിറ്റ്മസ് ഏതുതരം സസ്യങ്ങളിൽ നിന്നും കിട്ടുന്ന രാസ സൂചകമാണ്? ലിറ്റ്മസ് പേപ്പറുകളൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ അങ്ങനെ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാറുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ചോദ്യം: ലിറ്റ്മസ് ഏതുതരം സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന രാസ സൂചകമാണ്? ഉത്തരം ലൈക്കണുകൾ, ഇംഗ്ലീഷിൽ ലൈക്കൻസ് എന്ന് നമ്മൾ പറയും. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് മാർബിളുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് മാർബിളുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? തീർച്ചയായും ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ദെൻ ഇത് നമുക്ക് ഒരു എളുപ്പമുള്ള ഒരു ചോദ്യം കൂടിയാണ്. സോഡ വെള്ളം, ചുണ്ണാമ്പ് വെള്ളം, അലക്കുകാര ലായനി, ദെൻ പെപ്സി എന്നീ ദ്രാവകങ്ങളിൽ അമ്ലത്തിന്റെ രൂക്ഷത കൂടിയത് ഏതിലാണ്? ഓക്കെ, ഓർത്തു വെക്കുക, സോഡ വെള്ളം, ചുണ്ണാമ്പ് വെള്ളം, അലക്കുകാര ലായനി, പെപ്സി. നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ഉത്തരം. ഏറ്റവും അമ്ലത കൂടിയ ദ്രാവകം പെപ്സി. ഓക്കെ, ദെൻ വിനാഗിരിയിൽ മുങ്ങിയിരിക്കുന്ന മുട്ടയുടെ പുറന്തോടിൽ വാതക കുമിളകൾ രൂപം കൊള്ളുന്നതായി കാണാം അല്ലേ? നമ്മൾ ചിലപ്പോൾ പരീക്ഷണം ചെയ്ത് നോക്കിയതായിരിക്കും. ഏത് വാതകത്തിന്റെ കുമിളകളാണ് ഇത്? അതായത് നമ്മൾ വിനാഗിരിയിൽ ഒരു മുട്ട ഇട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു കോഴിമുട്ട ഇട്ടു എന്ന് വിചാരിക്കുക. അതിന്റെ പുറം തോടിൽ അല്ലെ, പുറമെ ഉള്ള തോടിൽ വാതക കുമിള, ചെറിയ ചെറിയ കുമിളകൾ കാണുന്നുണ്ട്. ഇത് ഏത് വാതകത്തിന്റെ കുമിളകളാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്: ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്?
ഓക്കെ, നിരവധിയായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ്, ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? കൃത്യമായിട്ട് ഓർത്തു വെക്കുക. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം 7.3. ഓക്കെ, 7.37 ആണ് ന്യൂട്രൽ, 7.3 ആണ് മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ നീക്കം ചെയ്യാൻ കഴിയാത്ത ലോഹം. ഓക്കെ, നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ നീക്കം ചെയ്യാൻ കഴിയാത്ത ലോഹം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കോപ്പർ. ഓക്കെ, ഓർത്തു വെക്കുക, കോപ്പർ ആണ് ആ ലോഹം. ഒരു ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ അല്പം ഉമിനീര് കൊണ്ട് നനച്ചാൽ അത് നീല നിറമാകുന്നു. ഓർത്തു വെക്കുക, ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ ഉമിനീര് കൊണ്ട് നനച്ചാൽ അത് നീല നിറമാകുന്നു. അപ്പൊ അതിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ഓർത്തു വെക്കാൻ മനസ്സിൽ കരുതുക. ഇത് ഉമിനീരിൽ ഡാഷ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയാകുന്നത് ഒക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. തീർച്ചയായും ഉത്തരം ഉമിനീരിൽ ക്ഷാരഗുണം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, ഉമിനീരിൽ ക്ഷാരഗുണം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഇതിനടുത്ത ചോദ്യം, ഒരു വാതകം നിറച്ച ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്ത് ഒരു തീക്കൊള്ളി കാണിച്ചാൽ അത് ശോഭയോടെ ജ്വലിക്കുന്നു, അല്ലെ? ശോഭയോടെ കത്തി ജ്വലിക്കുന്നു. ഏതായിരിക്കും വാതകം? തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും, കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് അത് ശോഭയോടെ ജ്വലിക്കാൻ കാരണം. ചിലപ്പോൾ കർഷകർ അവരുടെ മണ്ണിൽ കുമ്മായം ചേർക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കുമ്മായം, അല്ലേ? നീറ്റ് കക്ക എന്ന് നമ്മൾ പറയും. ഇത് മണ്ണിന്റെ ഡാഷ് കുറയ്ക്കുവാനാണ്. ഓക്കെ, മണ്ണിന്റെ എന്ത് കുറയ്ക്കുവാനാണ് കർഷകർ അവരുടെ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്? തീർച്ചയായും അമ്ലനില, അസിഡിറ്റി. ഓക്കെ, അസിഡിറ്റി കുറച്ച് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കർഷകർ എന്ത് ചെയ്യുന്നത്? അവരുടെ മണ്ണിൽ, കൃഷിയിടങ്ങളിൽ കുമ്മായം ചേർക്കുന്നത്. ഓക്കെ, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താണ്? ഇതും എളുപ്പമുള്ള ചോദ്യമാണ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താണ്? ഉത്തരം ചുവപ്പ്. ഓക്കെ, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പാണ്. അതോടൊപ്പം ആൽക്കലിയില് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. ആസിഡുകൾക്ക് ഡാഷ് രുചിയാണ്. ആസിഡുകൾക്ക് ഡാഷ് രുചിയാണ്. ഉത്തരം പുളി. ഓക്കെ, പുളി രുചിയാണ് ആസിഡുകൾക്ക്. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരെന്ത്? ഓക്കെ, നമ്മൾ നിരവധിയായിട്ട് ആസിഡുകൾ പരിചയപ്പെട്ടു പോകുന്നുണ്ട്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആസിഡുകൾ നമ്മൾ പരിചയപ്പെട്ടു പോകുന്നുണ്ട്, അല്ലേ? മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, ഉത്തരം ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, ഉത്തരം അസറ്റിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, ഉത്തരം ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, സിട്രിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, മാലിക് ആസിഡ്. ഓക്കെ, 5 ആസിഡുകൾ നമ്മൾ പഠിച്ചു. ഇത് പ്രധാനപ്പെട്ട 5 ആസിഡുകളാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട ആസിഡുകളാണ്. ഓക്കെ, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. ഇതും നമ്മൾ പരീക്ഷണമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഓക്കെ, ഹൈഡ്രജൻ ഉണ്ടാകുന്നു. പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധിയായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, ഇതും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.